സുഹൃത്തുക്കളെ, വളരെ ശ്രദ്ധയോടെ കേൾക്കുക. മാരകമായ രോഗങ്ങൾ പോലും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആജീവനാന്തം അകന്നു നിൽക്കും. എല്ലാ രോഗങ്ങളുടെയും വേര് നിങ്ങളുടെ വയറാണ്. ഈ വയറിനെ വൃത്തിയാക്കാൻ ഗൗതമബുദ്ധൻ നിർദ്ദേശിച്ച ഒരു കാര്യം നിങ്ങൾ കഴിക്കേണ്ടതുണ്ട്. ആ സാധനം എന്താണെന്ന് നമുക്കൊരു കഥയിലൂടെ മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, ഭഗവാൻ ഗൗതമബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വീടിന്റെ അടിത്തറ ദുർബലമാണെങ്കിൽ ആ വീട് നിലനിൽക്കുമോ? ഇല്ല, അതെപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം. നമ്മുടെ വീട് സുരക്ഷിതമായിരിക്കണമെങ്കിൽ ആദ്യം അതിന്റെ അടിത്തറ ശക്തമാക്കണം. കാരണം അടിത്തറ ദുർബലമായിരിക്കുന്നിടത്തോളം കാലം ആ വീടിന് നിലനിൽപ്പില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്തണമെങ്കിൽ നാം നമ്മുടെ വയറിനെ വൃത്തിയായി സൂക്ഷിക്കണം. കാരണം ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ അടിത്തറ. നമ്മുടെ കുടലുകളെ നാം വൃത്തിയായി സൂക്ഷിക്കണം. കാരണം ശരീരത്തിൽ ഇത് ഒട്ടേറെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഭക്ഷണം ദഹിപ്പിക്കുന്നത് മുതൽ ഭക്ഷണത്തിലെ പോഷകങ്ങൾ വലിച്ചെടുത്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതും ഭക്ഷണത്തിലെ വിഷാംശങ്ങളെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നതും കുടലുകളാണ്. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നത് നമ്മുടെ കുടലുകളുടെ ജോലിയാണ്. ഇത് വൃത്തിഹീനമായിരുന്നാൽ നമ്മുടെ ശരീരം രോഗങ്ങളുടെ പിടിയിലാകും. നമ്മുടെ കുടൽ ശരിയായി പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് മലബന്ധം, ദഹനക്കേട്, അസിഡിറ്റി, ഗ്യാസ് എന്നിവ ഉണ്ടാകുന്നത്. ഇതിലൂടെ പൈൽസ്, ക്യാൻസർ, പ്രമേഹം, സന്ധിവാതം, മൈഗ്രെയിൻ, മുഖക്കുരു, മുഖത്തെ ചുളിവുകൾ തുടങ്ങി ഭയാനകമായ പല രോഗങ്ങളും ഉണ്ടാകുന്നു. ചുരുക്കത്തിൽ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും കുടലിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കാരണമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടലിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ വെറും ഒരു ദിവസം കൊണ്ട് എങ്ങനെ വൃത്തിയാക്കാമെന്നും അതിലൂടെ എങ്ങനെ രോഗില്ലാത്ത ജീവിതം നയിക്കാമെന്നും ഇന്നത്തെ വീഡിയോയിൽ നാം അറിയാൻ പോകുന്നു. ഈ കഥയിൽ പറയുന്ന നിയമങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്ക് വയർ പൂർണ്ണമായും വൃത്തിയാക്കാം. ഈ നിയമങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഭാവിയിൽ നിങ്ങൾക്കൊരു രോഗവും ഉണ്ടാവില്ല. ആയുർവേദത്തിൽ വലിയ പാണ്ഡിത്യമുള്ള ഒരു ഗുരു നദീതീരത്ത് ഒരു ചെറിയ ആശ്രമം കെട്ടി താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കീർത്തി നാടാകെ പരന്നിരുന്നു. അതുകൊണ്ട് ഒരു യുവാവ് അദ്ദേഹത്തിന്റെ അടുത്തെത്തി പറഞ്ഞു, ഗുരുദേവ, അങ്ങയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങയുടെ പക്കൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ദയവായി എന്റെ പ്രശ്നത്തിനും ഒരു പരിഹാരം നൽകൂ. യുവാവിന്റെ വാക്കുകൾ കേട്ട് ഗുരു ചോദിച്ചു, നിനക്കെന്താണ് പ്രശ്നം മകനെ? അപ്പോൾ ആ യുവാവ് പറഞ്ഞു, ഗുരുദേവ, എന്റെ ശരീരം അനേകം രോഗങ്ങളുടെ കൂടാരമാണ്. ഞാൻ പല വൈദ്യന്മാരെയും കണ്ട് ചികിത്സ നടത്തി. ഒരുപാട് പണം ചിലവാക്കി. പക്ഷേ എനിക്കിതുവരെ ആശ്വാസം ലഭിച്ചിട്ടില്ല. എനിക്ക് പൂർണ്ണമായും സൗഖ്യം ലഭിക്കുന്ന, എന്നാൽ അധികം പണം ചിലവാകാത്ത ഒരു മാർഗം ദയവായി പറഞ്ഞുതരൂ. യുവാവിന്റെ കഥ മുഴുവൻ കേട്ട ശേഷം ഗുരു പറഞ്ഞു, മകനെ, നിന്റെ അനാരോഗ്യത്തിന് കാരണം നിന്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളാണ്. ഈ മാലിന്യങ്ങൾ കാരണം നീ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങൾ ശരീരത്തിന് ലഭിക്കുന്നില്ല. പോഷകങ്ങളുടെ കുറവ് മൂലം ശരീരം ദുർബലമായിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ രോഗപ്രതിരോധ ശേഷിയും കുറഞ്ഞുപോയി. അങ്ങനെ ശരീരത്തിൽ രോഗങ്ങൾ കൂട്ടുന്നു. നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും 3 ഇടത്താണ് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത്. 1 ആഹാരനാളം, 2 വയർ, 3 കുടൽ. ഈ 3 ഇടത്തും മാലിന്യങ്ങൾ അധികനേരം ഇരുന്നാൽ അത് ശരീരത്തിൽ അഴുകാൻ തുടങ്ങും. പിന്നെ അത് കിഡ്നിയിലും ശ്വാസകോശത്തിലും ഹൃദയത്തിന്റെ പരിസരത്തും അടിഞ്ഞുകൂടാൻ തുടങ്ങും. അത് രക്തത്തെ അശുദ്ധമാക്കും. രക്തം അശുദ്ധമായാൽ ശരീരത്തിൽ പലതരം രോഗങ്ങളുണ്ടാകും. അതുകൊണ്ട് ഈ മാലിന്യങ്ങൾ വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. നാം കഴിക്കുന്നതിൽ നിന്നാണ് മാലിന്യം ഉണ്ടാകുന്നത്. എന്താണ് കഴിക്കുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം 2 തരം ആഹാരങ്ങളാണ് കഴിക്കുന്നത്. 1 പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നത്, 2 മനുഷ്യൻ നിർമ്മിച്ചത്. പഴങ്ങളും പച്ചക്കറികളും പ്രകൃതിദത്തമാണ്. എന്നാൽ മനുഷ്യനുണ്ടാക്കുന്ന പിസ്സ, ബർഗർ, നൂഡിൽസ്, റൊട്ടി എന്നിവ നമുക്ക് ദോഷം ചെയ്തേക്കാം. പിന്നീട് ഗുരു യുവാവിനോട് പറഞ്ഞു, മകനെ, ആയുർവേദത്തിൽ പറയുന്നത് മൂത്രമൊഴിക്കാൻ നമുക്ക് എത്ര സമയം വേണ്ടിവരുന്നുവോ അത്രയും സമയം മാത്രമേ മലവിസർജനത്തിനും എടുക്കാവൂ എന്നാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇന്ന് ആളുകൾ ടോയ്ലറ്റിൽ പോയാൽ 20 മുതൽ 25 മിനിറ്റ് വരെ അവിടെ ചിലവഴിക്കുന്നു. എന്നിട്ടും വയർ ശരിയായി വൃത്തിയാകുന്നില്ല. പലപ്പോഴും വലിയ ബലം പ്രയോഗിക്കേണ്ടി വരുന്നു. ഇത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഇതിനെല്ലാം കാരണം കുടലിനുള്ളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും വിഷാംശങ്ങളുമാണ്. ഈ വിഷാംശങ്ങൾ കുടലിനെ ദുർബലമാക്കുക മാത്രമല്ല, മറ്റ് പല രോഗങ്ങളും ഉണ്ടാക്കുന്നു. ഇതുകൊണ്ടാണ് മലബന്ധമുണ്ടാകുന്നത്. ഇതിന് പരിഹാരമായി നീ ഈ ദിനചര്യ പിന്തുടരണം. 7 ദിവസം ഈ ദിനചര്യ പാലിച്ചാൽ ശരീരത്തിലെ എത്ര പഴയ മാലിന്യങ്ങളും പുറന്തള്ളപ്പെടും. ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ഈ രീതി ഋഷീശ്വരന്മാർ പിന്തുടർന്നിരുന്നതാണ്. ഗൗതമബുദ്ധൻ പോലും ഈ ദിനചര്യ അനുസരിച്ചിരുന്നു. മഹർഷി വാഗ്ഭടനും ഇതിന് വലിയ പ്രാധാന്യം നൽകുന്നു. ഇത് പാലിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും രോഗം വരില്ല. ഗുരു തുടർന്നു,
മകനെ, ആയുർവേദത്തിൽ പറയുന്ന ആ ദിനചര്യ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ തുടക്കം രാവിലെ നിന്നാണ്. രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക. അത് ചെറുതായി ചൂടാക്കുക. അധികം ചൂടാകരുത്. അതിലേക്ക് പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക. വെറും വയറ്റിൽ ഈ ഇളം ചൂടുവെള്ളം കുടിക്കണം. രാവിലെ വെറും വയറ്റിൽ നാരങ്ങാവെള്ളം കുടിക്കുന്നത് ദഹനവ്യവസ്ഥയെ ഉണർത്തുന്നു. ഗ്യാസ്ട്രിക് ജ്യൂസുകൾ നന്നായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളപ്പെടുന്നു. ദിവസം മുഴുവൻ ദഹനം നന്നായി നടക്കും. ശരീരം ഭാരം കുറഞ്ഞതായി തോന്നും. കഴിക്കുന്നത് നന്നായി ദഹിക്കും. നാരങ്ങയിലുള്ള വൈറ്റമിൻ സി മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും മാലിന്യങ്ങളെ മലത്തിലൂടെ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യും. ഈ നാരങ്ങാവെള്ളം കുടിച്ച് അരമണിക്കൂർ നേരത്തേക്കൊന്നും കഴിക്കരുത്. ഈ സമയം നിങ്ങൾക്ക് നടക്കുകയോ യോഗ ചെയ്യുകയോ വ്യായാമം ചെയ്യുകയോ ചെയ്യാം. അരമണിക്കൂറിന് ശേഷം കറ്റാർവാഴയുടെ ജ്യൂസ് കുടിക്കണം. വീട്ടിൽ കറ്റാർവാഴയില്ലെങ്കിൽ അത് നട്ടുപിടിപ്പിക്കുക. കാരണം അത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഫ്രഷായ ഇല കൊണ്ടുവന്ന് മുറിച്ച് അതിനുള്ളിലെ ജെൽ എടുക്കുക. ഇത് ഒരു ഗ്ലാസ്സിലാക്കി കഴിക്കുക. കറ്റാർവാഴ ജെൽ കഴിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെ നശിപ്പിക്കും. ഇതിൽ നിറയെ പോഷകങ്ങളുണ്ട്. വൈറ്റമിൻ എ, സി, ഇ എന്നിവയും കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയും ഇതിലുണ്ട്. ഇത് ആന്റിയോക്സിഡന്റുകളാൽ സമ്പന്നമാണ്. ഇത് ഫ്രീ റാഡിക്കലുകളോട് പോരാടാൻ സഹായിക്കുന്നു. കറ്റാർവാഴ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇതിലെ കോംപ്ലക്സ് ഷുഗർ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഉൽപ്പാദനം കൂട്ടുകയും ഇൻഫെക്ഷനുകളെ തടയുകയും ചെയ്യുന്നു. കറ്റാർവാഴ കഴിച്ച് അടുത്ത അരമണിക്കൂർ നേരത്തേക്ക് ഒന്നും കഴിക്കരുത്. ഈ സമയം നിങ്ങൾക്ക് കുളിക്കുകയോ മറ്റോ ചെയ്യാം. കുളിച്ചു ഫ്രഷായ ശേഷം പ്രഭാതഭക്ഷണം കഴിക്കാം. പ്രഭാതഭക്ഷണത്തിൽ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ഫ്രഷായ പഴങ്ങൾ ഉൾപ്പെടുത്തണം. ഒരു വലിയ ബൗൾ നിറയെ പഴങ്ങൾ മുറിച്ചെടുത്ത് കഴിക്കുക. അതോടൊപ്പം ഒരു ബൗൾ ദലിയ കൂടി കഴിക്കാം. പഴങ്ങളിൽ നിന്ന് ധാരാളം വൈറ്റമിനുകളും മിനറലുകളും ലഭിക്കും. ഇതിലെ ഫൈബർ കുടൽ വൃത്തിയാക്കാൻ സഹായിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. പ്രഭാതഭക്ഷണത്തിൽ ചായയോ കാപ്പിയോ കുടിക്കരുത്. പലർക്കും ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരാറുണ്ട്, ഫ്രഷാകാൻ പറ്റാറില്ല. ചിലർ വെള്ളം പോലും കുടിക്കാതെ ചായ കുടിക്കുന്നു. ഇത് ആരോഗ്യത്തിന് വളരെ ദോഷമാണ്. ചായയും കാപ്പിയും ഒഴിവാക്കുക. ഇനി ഉച്ചഭക്ഷണം. ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് ഒരു ബൗൾ നിറയെ പച്ചക്കറികളും പഴങ്ങളും കഴിക്കണം. അതിനുശേഷം ഉച്ചഭക്ഷണം കഴിക്കുക. ഉച്ചയ്ക്ക് വെറും ഗോതമ്പ് റൊട്ടി കഴിക്കരുത്. പകരം മിക്സഡ് റൊട്ടി കഴിക്കുക. അതായത് ഗോതമ്പ് പൊടിയിൽ കുറച്ച് കടലപ്പൊടി, കുറച്ച് ബാർലിപ്പൊടി, കുറച്ച് റാഗിപ്പൊടി, കുറച്ച് ബജ്രപ്പൊടി എന്നിവ ചേർത്ത് കുഴച്ചുണ്ടാക്കിയ റൊട്ടി. ഇത് കുടലിൽ ഒട്ടിപ്പിടിക്കില്ല. ഇതിൽ കലോറി കുറവും ഫൈബർ കൂടുതലുമാണ്. ഇത് കുടൽ വൃത്തിയാക്കും. സാധാരണ ഗോതമ്പ് റൊട്ടി കുടലിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ കൂടെ പച്ചക്കറികളും ഒരു ബൗൾ ദാലും കുറച്ച് ചോറും കഴിക്കാം. അതിനുശേഷം വൈകുന്നേരമാകുന്നതിന് മുൻപ് ഇഷ്ടമുള്ള പഴങ്ങളും പച്ചക്കറികളും ഒരു ബൗൾ കഴിക്കുക. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അത്താഴം കഴിക്കണം. അത്താഴം വളരെ കുറച്ചേ കഴിക്കാവൂ. 4 റൊട്ടി കഴിക്കുന്നവർ 2 എണ്ണം കഴിക്കുക. 2 കഴിക്കുന്നവർ 1 കഴിക്കുക. അതായത് അത്താഴം പകുതിയാക്കുക. സൂര്യാസ്തമയത്തിന് മുൻപ് അത്താഴം കഴിച്ചാൽ ഉറങ്ങുന്നതിന് മുൻപ് ദഹനം നടക്കാൻ വയറിന് ധാരാളം സമയം ലഭിക്കും. കുടലുകൾക്ക് സ്വയം വൃത്തിയാകാൻ സമയം കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രാണശക്തി ദഹനത്തിന് പകരം ഹീലിംഗിനായി പ്രവർത്തിക്കും. ശരീരത്തിലെ കേടുപാടുകൾ തീർക്കാൻ പ്രാണശക്തിക്ക് സമയം ലഭിക്കും. വയറു നിറയെ ഭക്ഷണം കഴിച്ചുറങ്ങിയാൽ പ്രാണശക്തി രാത്രി മുഴുവൻ ഭക്ഷണം ദഹിപ്പിക്കാൻ കഷ്ടപ്പെടും. ശരീരത്തെ റിപ്പയർ ചെയ്യില്ല. അതുകൊണ്ട് ഉറങ്ങാൻ പോകുമ്പോൾ വയറ് കാലിയായിരിക്കണം. രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി കഴിക്കണം. നേരത്തെ ഭക്ഷണം കഴിച്ചാൽ രാത്രി വിശക്കുമെന്ന് പലരും പറയും. അതിന് പരിഹാരമായി കിടക്കുന്നതിനു മുൻപ് 1/2 ഗ്ലാസ് പാലിൽ 1-2 സ്പൂൺ ഇസ്ബഗോൾ ചേർക്കുക. മധുരം വേണമെങ്കിൽ അല്പം കൽക്കണ്ടം ചേർക്കാം. ഇത് 5 മിനിറ്റ് വയ്ക്കുക. അപ്പോഴേക്കും ഇസ്ബഗോൾ വീർത്ത് അതൊരു പായസം പോലെയാകും. ഇത് കഴിക്കുക. ഇത് വയർ നിറയ്ക്കുകയും വിശപ്പ് മാറ്റുകയും ചെയ്യും. ഇസ്ബഗോളിലെ ഫൈബർ രാവിലെ സുഗമമായി വയർ വൃത്തിയാകാൻ സഹായിക്കും. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനും കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കും. ബുദ്ധൻ പറയുന്നു, ഈ നിയമങ്ങൾ പാലിച്ചാൽ 7 മുതൽ 10 വരെ ദിവസത്തിനുള്ളിൽ ശരീരത്തിലെ പഴയ മാലിന്യങ്ങളെല്ലാം നീങ്ങും. ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം എന്നിവ പൂർണ്ണമായും മാറും. ദഹനം മെച്ചപ്പെടും. സുഹൃത്തുക്കളെ, സുന്ദരമായും ആരോഗ്യത്തോടെയും ചെറുപ്പമായും ഇരിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? എന്നാൽ ഇന്നത്തെ സമ്മർദ്ദം കാരണം 25 വയസ്സുള്ളവർ പോലും 50 വയസ്സുള്ളവരെ പോലെ തോന്നിക്കുന്നു. 50 വയസ്സുള്ളവരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളെ നിത്യയൗവനത്തോടെയും ആരോഗ്യത്തോടെയും നിലനിർത്തുന്ന 6 പഴങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പ്രകൃതി നൽകിയ ഈ വരദാനങ്ങൾ നാം പലപ്പോഴും ഉപയോഗിക്കുന്നില്ല. പകരം മരുന്നുകളെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളെയും ആശ്രയിക്കുന്നു. ഇത് ദോഷമേ ചെയ്യൂ. ഒരിക്കൽ ആയുർവേദ പണ്ഡിതനായ ഗുരു യാത്രക്കിടയിൽ ഒരു ഗ്രാമത്തിലെത്തി. ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ ആളുകൾ ചുറ്റും കൂടി. അവർ അദ്ദേഹത്തോട് ഉപദേശം തേടി.
കൂട്ടത്തിൽ 40 വയസ്സുള്ള ഒരു വ്യക്തി എഴുന്നേറ്റ് പറഞ്ഞു, ഗുരുദേവ, എനിക്ക് 40 വയസ്സേ ഉള്ളൂ, പക്ഷെ ഒന്നും ചെയ്യാൻ വയ്യ. ക്ഷീണമാണ്, കാലുകൾ വേദനിക്കുന്നു, അനേകം രോഗങ്ങളുണ്ട്. പണം ചിലവാക്കാതെ ഇതിനൊരു പരിഹാരം പറഞ്ഞു തരൂ. ഉടനെ 25 വയസ്സുള്ള എന്നാൽ കണ്ടാൽ 50 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവ് എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് 25 വയസ്സേ ഉള്ളൂ, പക്ഷേ മുഖത്ത് ചുളിവുകളാണ്, ഊർജ്ജമില്ല, ക്ഷീണമാണ്, എപ്പോഴും അലസതയാണ്. ഇത് കേട്ട് ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്റെ പക്കൽ പരിഹാരമുണ്ട്. അധികം പണം ചിലവാക്കാതെ പാർശ്വഫലങ്ങളില്ലാത്ത 6 പഴങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകിച്ചും 50 വയസ്സ് കഴിഞ്ഞവർ ഇത് നിർബന്ധമായും കഴിക്കണം. ഇത് നിങ്ങളെ എന്നും ചെറുപ്പമായി നിലനിർത്തും. ഗുരു തുടർന്നു, ഒന്നാമത്തെ പഴം പപ്പായ ആണ്. 50 വയസ്സ് കഴിഞ്ഞവർക്ക് ഇതൊരു സജീവനിയാണ്. ഇതിൽ വൈറ്റമിനുകളും മിനറലുകളും ഫൈബറുമുണ്ട്. പ്രായമാകുമ്പോൾ നമ്മുടെ ദഹനശക്തി കുറയും. പപ്പായയിലെ പപ്പൈൻ എന്ന എൻസൈം ദഹനത്തെ സഹായിക്കുന്നു. ഇത് പോഷകങ്ങളെ വലിച്ചെടുക്കാൻ ശരീരത്തെ സഹായിക്കും. പപ്പായയിലെ വൈറ്റമിൻ എ, സി, ഇ എന്നിവ പ്രതിരോധശേഷി കൂട്ടുന്നു. പ്രായമാകുമ്പോൾ തൊലിപ്പുറത്തുണ്ടാകുന്ന ചുളിവുകൾ മാറ്റാനും ചർമ്മം സുന്ദരമാക്കാനും ഇത് സഹായിക്കുന്നു. പപ്പായയിലെ ലൈക്കോപ്പീൻ ക്യാൻസറിനെ തടയുന്നു. രണ്ടാമത്തെ പഴം മാതള നാരങ്ങയാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇത് കഴിക്കണം. 50 വയസ്സ് കഴിഞ്ഞവർക്ക് ഓർമ്മശക്തി കുറയാൻ സാധ്യതയുണ്ട്. മാതള നാരങ്ങ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അൽഷിമേഴ്സ് തടയാനും സഹായിക്കുന്നു. ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ഹൃദയത്തെ സംരക്ഷിക്കുന്നു. സന്ധിവേദനയ്ക്കും ഇത് ഉത്തമമാണ്. ഇതിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ സന്ധിവേദനയും നീരും കുറയ്ക്കുന്നു. ഇത് രക്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ പഴം കരിക്കിൻ വെള്ളമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഒരുപോലെ നല്ലതാണ്. ചെറുപ്പം മുതലേ ഇത് ശീലമാക്കിയാൽ വാർദ്ധക്യത്തിൽ രോഗങ്ങൾ വരില്ല. പ്രായമാകുമ്പോൾ വെള്ളം കുടിക്കുന്നത് കുറയുന്നതിനാൽ നിർജ്ജലീകരണം ഉണ്ടാകാം. കരിക്കിൻ വെള്ളം ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നു. ഇത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും അമിതഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ചർമ്മത്തിന് തിളക്കം നൽകാനും ഫ്രീ റാഡിക്കലുകളെ തടയാനും ഇത് സഹായിക്കും. നാലാമത്തെ പഴം ആപ്പിളാണ്. ദിവസവും ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ അകറ്റി നിർത്താം. ആപ്പിളിലെ ഫൈബർ ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും കൊളസ്ട്രോൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പ്രായമാകുമ്പോൾ മെറ്റബോളിസം കുറയുകയും ഭാരം കൂടുകയും ചെയ്യും. ആപ്പിളിൽ കലോറി കുറവായതിനാൽ ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും. ഇതിലെ ഫൈബർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. മലബന്ധം മാറ്റാനും ഇത് നല്ലതാണ്. ആപ്പിൾ എല്ലുകൾക്ക് ബലം നൽകുന്നു. ചർമ്മത്തിനും മുടിക്കും ഇത് വളരെ നല്ലതാണ്. പ്രമേഹ രോഗികൾക്കും ആപ്പിൾ ധൈര്യമായി കഴിക്കാം. 50 വയസ്സ് കഴിഞ്ഞവരും അല്ലാത്തവരും ദിവസവും ഒരു ആപ്പിൾ കഴിച്ചാൽ വാർദ്ധക്യം സുന്ദരമാക്കാം. സുഹൃത്തുക്കളെ, ഈ കഥയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ കഴിഞ്ഞുവെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഈ അറിവ് ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ദിവസവും ശുഭകരമാകട്ടെ. നന്ദി. നമോ ബുദ്ധായ.